ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് എക്സ്പാൻഡഡ് നൊട്ടേഷൻ ഓഫ് ഡെസിമൽസ്. പെട്ടെന്ന് പറഞ്ഞു പോവാ. എക്സ്പാൻഡഡ് നൊട്ടേഷൻ എന്ന് പറയുമ്പോ പ്ലേസ് വാല്യൂസ് പറഞ്ഞതല്ലേ, ടെൻത്ത്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് പ്ലേസ് വാല്യൂസ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ പ്ലേസ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഡെസിമൽസിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതാണ് എക്സ്പാൻഡഡ് നൊട്ടേഷൻ. ഓ, പേജ് നമ്പർ 69. പേജ് നമ്പർ 69. എക്സ്പാൻഡഡ് നൊട്ടേഷൻ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോ 56.78 56.78 എന്നുള്ളത് നമുക്ക് മൂന്ന് രീതിയിലെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം. ഓക്കെ, ആദ്യത്തേത് 56നെ നമ്മൾ സാധാരണ എങ്ങനെ എഴുതാം? 5 tens 6 ones അല്ലെ? 5 tens 6 ones അങ്ങനെയല്ലേ 56നെ സാധാരണ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുന്നത്. അതിന്റെ കൂടെ 0.78 7 എന്നുള്ളതിന്റെ പ്ലേസ് വാല്യൂ എന്താ? 7 എന്നുള്ളതിന്റെ പ്ലേസ് വാല്യൂ എന്താ? 10th അല്ലെ? 10th അല്ലേ പ്ലേസ് വാല്യൂ? ആണല്ലോ. 5 tens plus 6 ones plus 7ന്റെ പ്ലേസ് വാല്യൂ എന്താ? 10th അല്ലേ? അപ്പൊ എങ്ങനെ എഴുതും? 7 tenths 7 tenths plus 8ന്റെ പ്ലേസ് വാല്യൂ 8 ഏത് പ്ലേസിലാ? 100 അല്ലേ? അപ്പൊ 800. ഇതാണ് ഒരു മെത്തേഡ്. നമ്മൾ എക്സ്പാൻഡഡ് നൊട്ടേഷനിൽ എഴുതുന്ന ഒരു മെത്തേഡ് ഇതാണ്. 5 tens plus 6 ones plus 7 tenths plus 8 hundreds. ഇനി ഇതിനെ തന്നെ വേറൊരു രീതിയിൽ എഴുതാലോ. നോട്ടിലേക്ക് എഴുതണോ? ഇത് നോട്ടിലേക്ക് എഴുതണ്ട, അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് എഴുതാം. ഇനി ഈ 5 tensനെ നമ്മൾ എങ്ങനെ എഴുതും? 5 tens എന്ന് പറയുന്നത് 50 ആണല്ലോ. 5 tens is 50. Five tens is 50. 50 plus 6 ones എന്ന് പറയുമ്പോ 6 plus 7 tenth എന്ന് പറയുമ്പോ എങ്ങനെയാ നമ്മൾ പറയാം? 7 tenth 7/10 അല്ലേ? അല്ലേ? ആ പ്ലേസ് നമ്മൾ 1/10th പ്ലേസ് എന്നല്ലേ പറയുന്നേ? അപ്പൊ 7 tenths എന്ന് പറയുമ്പോ 7/10. 7/10 plus 8 hundreds എന്ന് പറയുമ്പോഴോ 8/100. 8/100. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്ലേസ് 1/10ഉം സെക്കൻഡ് പ്ലേസ് 1/100, തേർഡ് പ്ലേസ് 1/1000. അങ്ങനെയല്ലേ നമ്മൾ ആദ്യം പഠിച്ചേ? പ്ലേസ് വാല്യൂ പറയുന്ന സമയത്ത് 1/10നെയാണ് ടെൻസ് എന്ന് പറയുന്നത്. 1/100 ആണ് ഹൺഡ്രഡ്സ്, 1/1000 ആണ് തൗസൻഡ്സ്. അപ്പൊ 7 tenths എന്ന് പറയുമ്പോൾ 7/10.
800s എന്ന് പറയുമ്പോ 8/100. ഇനി ഇതിനെ വേറൊരു രീതിയിലും കൂടി നമുക്ക് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം. 50 പ്ലസ് 6 പ്ലസ് 50യെയും 6നെയും നമുക്ക് വേറെ മാറ്റി എഴുതാനൊന്നും പറ്റില്ല. 7/10 എന്ന് പറയുമ്പോൾ 0.7 പ്ലസ് 8/100 എന്ന് പറയുമ്പോൾ 0.08. 0.7 എന്ന് പറയുമ്പോ 7 എവിടെയാ വരുന്നത്? 10th പ്ലേസില്. 0.08 എന്ന് പറയുമ്പോ 8 100th പ്ലേസില്. ഈ ഒരു രീതിയിലും കൂടി നമുക്ക് എന്തെഴുതാം? 3 രീതിയിലാണ് നമ്മൾ എക്സ്പാൻഡഡ് നൊട്ടേഷൻ എഴുതുന്നത്. ഫസ്റ്റ് വൺ, ടെൻസ് പ്ലസ് വൺസ് പ്ലസ് ടെൻസ് പ്ലസ് ഹൺഡ്രഡ്സ്. നെക്സ്റ്റ് അതിനെ 10th-നെയും 100th-നെയും ഫ്രാക്ഷൻ ഫോമിൽ എഴുതുന്നു. 7/10, 8/100. ഇനി മൂന്നാമത്തെ മെത്തേഡില് 7/10 എന്നുള്ള ഫ്രാക്ഷനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി. 7/10 is equal to 0.7. 8/100 is equal to 0.08. ഈ 3 രീതിയിൽ നമുക്ക് എന്തെഴുതാം? എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം. ഓക്കെ, പേജ് നമ്പർ 70. പേജ് നമ്പർ 70. Exercise 2.3. Exercise 2.3. അതിലെ A question കണ്ടോ? Write in the expanded form. Write in the expanded form. നോട്ടിലേക്ക് എഴുതിക്കോ. First one, 0.02. 0.02. ഇതില് നോക്കിയേ, ഇതില് ഹോൾ നമ്പർ പാർട്ട് ഒന്നുമില്ല. ആ നോട്ടിലേക്ക് എഴുതണം. 0.02. ഇതില് ഹോൾ നമ്പർ പാർട്ട് ഒന്നുമില്ല, അവിടെ 0 ആണ് വരുന്നത്. സോ അതൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 10th പ്ലേസിലും 0 ആണ് വരുന്നത്. 0 10s. 0 10s plus 200. 200. ഒറ്റൊരു ഡിജിറ്റ് മാത്രം, 100th പ്ലേസിൽ മാത്രം ഒരു ഡിജിറ്റ് വരുന്നു. 0 10s plus 200. 0 10s നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, 200s മാത്രം എഴുതിയാൽ മതി. അപ്പൊ അടുത്ത മെത്തേഡിൽ നമുക്ക് എങ്ങനെ എഴുതാം? 200s എന്നുള്ളതിന് 2/100. 2/100നെ 0.02 എന്ന് എഴുതാം. തന്നെ അതിന്റെ എക്സ്പാൻഡഡ് ഫോം. അത്രേ ഉള്ളൂ. Second one, 4.45. 4.45. ഇതിലെങ്ങനെയാ വരാം? 4 ones വരുന്നുണ്ട്. 4 ones plus again 10th പ്ലേസിൽ 4 വരുന്നു. 4 10s plus 100s പ്ലേസിൽ 5 വരുന്നു. 5 hundreds. 5 hundreds. 4 ones നമ്മൾ 4 എന്ന് എഴുതുന്നു. പ്ലസ് 4 10th 4/10 plus 500th 5/100. Next 4 plus 4/10 0.4 plus 5/100 0.05.
എഴുതി കഴിഞ്ഞോ? No, miss. പെട്ടെന്ന് എഴുതിയെടുത്തു. കഴിയാത്തവര് ടെൻഷൻ അടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് ആറാമത്തെ നോക്കി, ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തത് 18.421. 18.421. ഇതിനെ നമ്മൾ എങ്ങനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതും? 110 plus 8 plus 4/10 plus 200 plus 1000. One 10 plus 8 ones plus 4 tens plus 200s plus 1000. ഇനി 110 നമ്മള് 10 എന്ന് എഴുതും. 10 plus 8 plus 4 tenthനെ 4/10 plus 200thനെ 2/100 plus 1000thനെ 1/1000. അത് തന്നെ എങ്ങനെ ഒന്നുകൂടി മാറ്റി എഴുതാം? 10 plus 8 plus 0.4 plus 0.02 plus 0.001. അടുത്തതൊന്നുകൂടി പറഞ്ഞുതരാം. ഒമ്പതാമത്തത് 25.056. 25.056 എന്ന് പറയുമ്പോ എങ്ങനെ എഴുതും? 2 tens plus 5 ones plus 0 tens. 0 എന്ന് നമ്മള് പ്ലേസ് വാല്യൂ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 0 tens നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. തൊട്ടടുത്ത പ്ലേസ് എഴുതിയാൽ മതി. 5 hundreds. 5 hundreds plus 6 thousands. 6 thousands. 2 tens plus 5 ones plus 5 hundreds plus 6 thousands. 2 tensനെ നമ്മൾ 20 എന്ന് എഴുതുന്നു. 5 onesനെ 5 എന്ന് എഴുതി. 5 hundredsനെ 5/100 plus 6 thousandsനെ 6/1000. 6/1000. ഒന്നുകൂടി മാറ്റി എഴുതിയാൽ 20 plus 5 plus 0.05 plus 0.006. എഴുതി കഴിയാത്തവരെ ടെൻഷൻ അടിക്കണ്ട, ഇത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, അപ്പൊ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാൻ മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഇനി എക്സ്പാൻഡഡ് ഫോം തന്നാൽ സിംഗിൾ ഡെസിമൽ ആയിട്ട് എങ്ങനെ എഴുതും? തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് വൺ 0.7 plus 0.7 plus 0.03. 0.7 plus 0.03. എങ്ങനെ എഴുതാം?
ഹോൾ നമ്പർ പാർട്ട് ഒന്നുമില്ല. 0.7ലും 0.703ലും ഹോൾ നമ്പർ പാർട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹോൾ നമ്പർ 0. 0.10ന്റെ പ്ലേസിൽ വരുന്നത് ഏതാ? 7. ഡെസിമൽ പോയിന്റ് കണ്ട് തൊട്ടടുത്ത് വരുന്നത് 10ന്റെ പ്ലേസിൽ വരുന്നത് 7. ഇനി 100ന്റെ പ്ലേസിൽ വരുന്നതോ? 100ന്റെ പ്ലേസിൽ വരുന്നത് 3. 0.03. ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന ഡിജിറ്റ്, രണ്ടാമത്തെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 3. So 0.7 plus 0.03 is equal to 0.73. രണ്ടാമത്തത് 50 plus 5 plus 0.05. 50 plus 5 plus 0.05. 50 plus 5. The whole number part on 50 plus 5 is equal to 55. അത് കഴിഞ്ഞിട്ട് 5 tens ആയി, 5 ones ആയി. 10ന്റെ പ്ലേസിൽ ഒന്നുമില്ല, പോയിന്റ് കഴിഞ്ഞിട്ട് 0. 10ന്റെ പ്ലേസിൽ ഡിജിറ്റ് ഒന്നും തരാത്തത് കൊണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 0. ഇനി 100ന്റെ പ്ലേസിൽ 0.05. രണ്ടാമത്തെ പ്ലേസിൽ 5 വരുന്നുണ്ട്, 100ന്റെ പ്ലേസിൽ 5. 55.05. ഒന്നുകൂടി പറഞ്ഞുതരാം. മൂന്നാമത്തെ വേണ്ട, നാലാമത്തെ പോട്ടെ. ആറാമത്തത് 80 plus 9 plus 9/10 plus 3/100. എങ്ങനെ വരും? 80 plus 9 plus 9/10 plus 3/100. 80 plus 9, 8 tens, 80. 80 plus 9 ones, 89. Plus 10ന്റെ പ്ലേസിൽ 9/10. 10ന്റെ പ്ലേസിൽ 9. പിന്നെ 100ന്റെ പ്ലേസിൽ 3/100 എന്ന് പറയുമ്പോൾ 100ന്റെ പ്ലേസിൽ 3. 89.93. ഓക്കെ. അപ്പൊ എക്സ്പാൻഡഡ് ഫോം തന്നാല് ഡെസിമൽ ആക്കി എഴുതാനും ഡെസിമലിന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതാനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? എഴുതി കഴിയാത്തൊരു വിഷമിക്കണ്ട കേട്ടോ. ഗ്രൂപ്പിലിട്ട് തരാൻ നോക്കിയിട്ട് എഴുതിയാൽ മതി. ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എക്സൈസ് 2.3 ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ആ ഒന്നും കൂടെ പറഞ്ഞു തരുമോ? എന്താ പറഞ്ഞേ? സിംഗിൾ ഡെസിമൽ ആക്കി എഴുതുന്നതാ? ആ മിസ്സേ, അപ്പൊ എയും ബിയും രണ്ടിലത്തെ ഹോംവർക്കും ചെയ്യണോ? ആ, രണ്ടും ഹോംവർക്ക് ചെയ്യണം. രണ്ടിലും ബാക്കിയുള്ളത് ഹോംവർക്ക് ചെയ്യാം. എപ്പോഴത്തേക്ക്? എപ്പോഴത്തേക്ക് വെച്ചാൽ നാളത്തേക്ക്. ഓക്കെ. ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കാം. 0.7 plus 0.03. ആദ്യം നോക്കേണ്ടത് ഹോൾ നമ്പർ പാർട്ട് ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കുക. ഡെസിമൽ പോയിന്റ് വരാതെ അല്ലെങ്കിൽ ബൈ ഫ്രാക്ഷൻ ഫോം അല്ലാതെ ഏതെങ്കിലും ഹോൾ നമ്പർ വരുന്നുണ്ടോ നോക്കുക. ഇവിടെ ഒന്നും വരുന്നില്ല. പിന്നെ വരുന്നത് 0.7ഉം 0.03. ഡെസിമൽ പോയിന്റ് ഹോൾ നമ്പർ പാർട്ട് ഒന്നും വരാത്തത് കൊണ്ട് നമ്മൾ ഹോൾ നമ്പർ 0 ആയിട്ട് എഴുതി. അത് കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. ഇനി എന്ത് ചെയ്യും? തൊട്ടടുത്ത പ്ലേസ് 100. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ പാടെ വരുന്ന പ്ലേസിൽ ഏതെങ്കിലും ഡിജിറ്റ് വരുന്നുണ്ടോ നോക്കുക. ഇവിടെ 0.7 വരുന്നുണ്ട് അല്ലെ? 0.7. അപ്പോ പോയിന്റ് കഴിഞ്ഞ പാടെ 7 എഴുതി. നെക്സ്റ്റ് 100ന്റെ പ്ലേസ്, അതായത് രണ്ടാമത്തെ പ്ലേസിൽ വരുന്ന ഏതെങ്കിലും ഡിജിറ്റ് ഉണ്ടോ നോക്കാം. അവിടെ 3 വരുന്നുണ്ടല്ലോ. 0.03. രണ്ടാമത്തെ പ്ലേസിൽ 3 വരുന്നുണ്ട്.
അപ്പൊ 7 കഴിഞ്ഞിട്ട് 3 എഴുതാം 0.73. രണ്ടാമത്തെ അതുപോലെ 50 പ്ലസ് 5 പ്ലസ് 0.05. ഇവിടെ ഹോൾ നമ്പർ 50യും 5ഉം വരുന്നുണ്ട്. 50 പ്ലസ് 5 55. അത് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം 0.05. വേറെ ഡെസിമൽ ഒന്നും ഇവിടെ വരാത്തത് കൊണ്ട് 100ത്തിന്റെ പ്ലേസിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ 0.05 അതേപോലെ തന്നെ എഴുതാം. നെക്സ്റ്റ് 80 പ്ലസ് 9 പ്ലസ് 9/10 പ്ലസ് 3/100. ഹോൾ നമ്പർ 80യും വരുന്നുണ്ട് 9ഉം വരുന്നുണ്ട്. ഫ്രാക്ഷനോ ഡെസിമലോ അല്ലാത്ത 80യും 9ഉം വരുന്നുണ്ട്. 80 പ്ലസ് 9 89. 80 പ്ലസ് 9 89. അത് കഴിഞ്ഞിട്ട് 10ത്തിന്റെ പ്ലേസിൽ ഏതാ വരുന്നത് നോക്കാം. 89 കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇടാം. 10ത്തിന്റെ പ്ലേസിൽ ഏതാ വരുന്നത് നോക്കാം. 9/10. 10ത്തിന്റെ പ്ലേസിൽ 9. 89.9. നെക്സ്റ്റ് 100ത്തിന്റെ പ്ലേസിൽ ഏതാ വരുന്നത് നോക്കാം. 3/100. അപ്പൊ 100ത്തിന്റെ പ്ലേസിൽ 3. Then single decimal 89.93. അപ്പൊ മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഡെസിമൽസ് കമ്പയർ ചെയ്യാം. രണ്ട് ഡെസിമൽസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. ആദ്യം രണ്ട് ഡെസിമൽസ് എടുക്കാം. $23.548. 23.548. ഇത് നോട്ടിലേക്ക് എഴുതണം. ഇത് എഴുതണ്ട. 54.254. രണ്ട് ഡെസിമൽസ് നമ്മൾ കണ്ടു. ഇതിൽ ഏതാ വലുത്? കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഏതാ വലുത് ഏതാ ചെറുത് നോക്കാനല്ലേ, അല്ലേ? ഇതില് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഡെസിമൽസ് കിട്ടിയാൽ വലുതും ചെറുതും കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം അതിന്റെ ഹോൾ നമ്പർ പാർട്ട് തമ്മിൽ കമ്പയർ ചെയ്യാം. ഹോൾ നമ്പർ പാർട്ട് തമ്മിൽ കമ്പയർ ചെയ്യാം. ഹോൾ നമ്പർ പാർട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ചാല് ഇവിടെ 23, ഇവിടെ 54. ഹോൾ നമ്പർ പാർട്ടിൽ ഏതാണോ വലുത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഹോൾ നമ്പർ പാർട്ടിൽ ഏതാണോ വലുത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഇപ്പൊ 23 ആണോ 54 ആണോ വലുത്? 54. അപ്പൊ 23.548 is less than 54.254. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ഇതിപ്പോ ഹോൾ നമ്പർ മാത്രം നമ്മൾ കമ്പയർ ചെയ്തു. ഇനി രണ്ടാമത്തെ കേസില് 45.596 45.279. ആദ്യം നമ്മൾ രണ്ട് ഡെസിമൽസ് കണ്ടു. രണ്ട് ഡെസിമൽസില് ഹോൾ നമ്പർ പാർട്ട് കമ്പയർ ചെയ്തു. ഹോൾ നമ്പർ പാർട്ട് കമ്പയർ ചെയ്തു. രണ്ടും സെയിം ആണ്. 45 45. അടുത്ത സ്റ്റെപ്പ് എന്താ? 10ത്തിന്റെ പ്ലേസ് കമ്പയർ ചെയ്യാം. ഹോൾ നമ്പർ രണ്ടും സെയിം ആണെങ്കിൽ 10ത്തിന്റെ പ്ലേസ് കമ്പയർ ചെയ്യാം. 10ത്തിന്റെ പ്ലേസ് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പറിൽ 5ഉം സെക്കൻഡ് നമ്പറിൽ 2ഉം. അപ്പൊ 10ത്തിന്റെ പ്ലേസ് ഹോൾ നമ്പർ സെയിം ആണെങ്കിൽ 10ത്തിന്റെ പ്ലേസിൽ വലുത് ഏതാണോ വരുന്നത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ 10ത്തിന്റെ പ്ലേസിൽ ഏതാ വലുത് വരുന്നേ? 5 അല്ലേ വലുത് വരുന്നേ. അപ്പൊ 5 10ത്തിന്റെ പ്ലേസിൽ വരുന്ന ഫ്രാക്ഷൻ ഡെസിമൽ ആയിരിക്കുമല്ലോ വലുത്. 45.596 ആയിരിക്കും വലുത്. 45.596 is greater than 45.279.
ഇനി അടുത്തത് മൂന്നാമത്തെ കേസ്. 84.563 85.547. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഹോൾ നമ്പർ പാർട്ട് കമ്പയർ ചെയ്യും അല്ലെ? ഹോൾ നമ്പർ പാർട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹോൾ നമ്പർ രണ്ടും സെയിം ആണ്. 84ഉം 85ഉം ആണ് അല്ലെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 84 ആക്കണേ. 84 ആയിട്ടൊന്ന് കൺസിഡർ ചെയ്യണേ. 85ന് പകരം വേണ്ട, രണ്ടും 84 ആയിട്ടൊന്ന് മനസ്സിലാക്കണേ. ഇതും 84 ആണേ. ഓക്കെ, ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയതാണേ. രണ്ടും 84 ആട്ടോ. ഓക്കെ, അപ്പൊ രണ്ടും ഹോൾ നമ്പർ 84. രണ്ട് ഹോൾ നമ്പറും 84. ഇനി 10ന്റെ പ്ലേസ് നോക്കിയേ. 10ന്റെ പ്ലേസിൽ രണ്ടും 5. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? തൊട്ടടുത്ത പ്ലേസ് 100ന്റെ പ്ലേസ് നോക്കാം. 100ന്റെ പ്ലേസിൽ ഒന്ന് 6ഉം ഒന്ന് 4ഉം. അപ്പൊ 100ന്റെ പ്ലേസിൽ ഹോൾ നമ്പറും 10ന്റെ പ്ലേസിലും സെയിം നമ്പർ ആണ് വരുന്നതെങ്കിൽ 100ന്റെ പ്ലേസിൽ ഏതാണോ വലുത് അതായിരിക്കും വലിയ നമ്പർ. അപ്പോ 84.563 is greater than 84.547. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ്, നാലാമത്തെ കേസ്. നാലാമത്തത് 78.251. 78.259. ഇവിടെ നോക്കിയേ. ഇവിടെ ഹോൾ നമ്പർ പാർട്ട് സെയിം ആണ്. 10ന്റെ പ്ലേസിലും സെയിം ആണ് 2 2. 100ന്റെ പ്ലേസിലും സെയിം ആണ് 5 5. വരുമ്പോ എന്ത് വേണം? തൗസൻഡ്സിന്റെ പ്ലേസിൽ നോക്കുക. ഇവിടെ 1, ഇവിടെ 9. തൗസൻഡ്സിന്റെ പ്ലേസിന് വലിയ ഡിജിറ്റ് വരുന്നതും വലിയ ഡെസിമൽ. അപ്പൊ ഏതായിരിക്കും? 78.259 ആയിരിക്കും വലിയ ഡെസിമൽ. ഓക്കെ, അപ്പൊ കമ്പയർ ചെയ്യാൻ മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ഇതെല്ലാം ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ അത് നോക്കിയിട്ട് നോട്ടിലേക്ക് എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പൊ exercise 2.4 a question, fill in the blanks with greater than, less than or equal to. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം മറ്റേതിന്റെ കൂടെ കേട്ടോ. ഇതിൽ തന്നെ ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി. എക്സൈസ് 2.4 എ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് തന്നെ ഫില്ല് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കണേ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്നൊരു ക്ലാസ് കൂടിയില്ലേ, അന്നേരം അഡീഷനും സബ്ട്രാക്ഷനും പറഞ്ഞാൽ ഈ ചാപ്റ്റർ ക്ലോസ് ആക്കാം. എന്തോ 3:15 ഉണ്ട്. ഓക്കെ, ഒരു ക്ലാസ് കൂടിയില്ലേ, അന്നേരം നമുക്ക് ബാക്കി കൂടി പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഓക്കെ, ബൈ. Bye, miss.